ഭാഷയിൽ സീറോയിലുള്ള ആളുകൾക്ക് വേണ്ടി, തുടക്കക്കാർക്ക് വേണ്ടിയുള്ള വീഡിയോയിൽ രണ്ടാമത്തെ പാർട്ടാണെന്ന്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് നമ്മളെ എന്താണ് ചോദിക്കാൻ. എന്താണ്, ഇതെന്താണ് ഇങ്ങനെ ചോദിക്കാം. അറിയാതിരിക്കൂല എങ്കിൽ തന്നെ പറയാൻ മടിയുണ്ടായാൽ നാവിൽ അവസാനം വരൂല. ക്യാ ഹേ, യേ ക്യാ ഹേ യാർ, യേ ക്യാ ഹേ, ഇതെന്താണ്, യേ ക്യാ ഹേ. എപ്പോഴും ഒരു ഹേ ഉണ്ടാവും കേട്ടോ ഇതിലൊക്കെ. അത് നമ്മൾ ആണ്, ആകുന്നു എന്നതാണ് ഹേൻ്റെ മീനിങ് എന്ന് കൂട്ടിയാൽ മതി. ഓക്കെ, ഇതെന്താകുന്നു എന്നുള്ളതിന് അത്രയൊന്നും നമ്മൾ മലയാളത്തിൽ പറയാത്തവരൊരു പറയില്ല, അത്രയേ ഉള്ളൂ. യേ പാനി, യേ ഖാന, യേ അങ്ങനെ പറയുമല്ലോ. അപ്പം ഇവിടെ എന്താണ്, എന്താണ്, ഇതെന്താണ്, യേ ക്യാ ഹേ ഭായി, ഓ ക്യാ ഹേ എന്ന് പറയാം. ഓക്കെ, യേ ക്യാ ഹേ, യേ ഖാന ഹേ, അച്ഛാ യേ ക്യാ ഹേ, യേ പാനി, അച്ഛാ പാനി ഹേ. അപ്പം ഇങ്ങനെ പറയാം. ഓക്കെ, രണ്ടാമത്തെ നമ്മൾ ചോദിക്കാം, അത് നല്ല വെള്ളമാണോ? നേരത്തെ നമ്മൾ വെള്ളത്തെക്കുറിച്ച് പാനി നമ്മൾ പഠിച്ചു. ഈ അച്ഛാ പാനി ഹേ ക്യാ, ഇത് നല്ല വെള്ളമാണോ? അപ്പം നമ്മൾ ഉണ്ടോ എന്ന് പറയാനും ആണോ എന്ന് പറയാനും ഒരു ഹേമ നിൽക്കും, ഒരു ക്യാ എന്ന് പറയുന്നത് കൂട്ടിയിട്ട് വെക്കും. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് ക്യാ ഹേ എന്നാണ്. ആ ക്യാ ഹേ എന്നതിൻ്റെ ഇവിടെ വെള്ളം ഉണ്ടോ എന്ന് ചോദിക്കുവാൻ ആദ്യം നമ്മളൊരു ക്യാ പഠിച്ചിരുന്നു. അതേപോലെ ഇവിടെ ഫുഡ് ഉണ്ടോ എന്ന് ചോദിക്കുവാനും ഇത് ഫുഡ് ആണോ എന്ന് ചോദിക്കുവാനും ക്യാ ഹേ ഭായി, ഇതെന്താ സുഹൃത്തെ എന്ന് പറയാം. ഓക്കെ, ഏ അച്ഛാ ഖാന ഹേ, ഇതൊരു നല്ല ഭക്ഷണമാണ്. ഏ അച്ഛാ പാനി ഹേ, ഠണ്ടാ പാനി ഹേ. ഓക്കെ, നിങ്ങൾ ഹോട്ടലിൽ ചെന്നിട്ട് ഇവിടെ ഭക്ഷണത്തിന് എന്താണുള്ളത്, ഇധർ ഖാനേക്കു ക്യാ ഹേ, ക്യാ ഹുവാ, ക്യാ മൗജൂദ്, ഇതൊക്കെ ചോദിക്കും. ഇപ്പോൾ ഉറുദു ടച്ചുള്ളൊരു വേർഡാണ് മൗജൂദ് എന്ന്. ക്യാ മൗജൂദ് സംസാര ഭാഷയിൽ അതാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്, സാധാരണക്കാർ യൂസ് ചെയ്യുന്ന വാക്കുകളാണ്. അപ്പോൾ ക്യാ ഹുവാ, ഇവിടെ എന്താണുള്ളത്. അപ്പോൾ നിങ്ങൾ ചോദിക്കുക ബിരിയാണി ഹേ, അത്രയേ ഉള്ളൂ, ഒരു ഹേ കൂട്ടിയാൽ മതി. ഇവിടെ ബിരിയാണി ഉണ്ടോ എന്നൊരു ഹിന്ദിക്കാരനോട് ചോദിക്കണം. ഭായ് സാബ് യഹാം ബിരിയാണി ഹേ, ഇവിടെ ബ്രോസ്റ്റ് ഉണ്ടോ എന്ന് ചോദിക്കണം. ഭായ് യഹാം ബ്രോസ്റ്റ് ഹേ, ബ്രോസ്റ്റ്, അത്രയേ ഉള്ളൂ. ബ്രോസ്റ്റ് യഹാം ബ്രോസ്റ്റ് ഹേ ക്യാ എന്ന് ഇന്ന് നമ്മൾ പഠിച്ച ക്യാ ഹേയുടെ ക്യാ ചേർത്തുകൊണ്ടാണ് അത് പറയേണ്ടത്. അത് ഇല്ലാതെ, അതാണ് യഥാർത്ഥത്തിൽ. പക്ഷെ സാധാരണക്കാരത് ഇല്ലാതെയാണ് പറയാറുള്ളത്. ഞാൻ ബ്രോസ്റ്റ്, ജി ഹാ, ജി ഹാ ആണ്, യെസ്, ഓക്കെ എന്ന് പറയാൻ ജി എന്ന് പറയാം. ജി ജനാബ്, ജി ഭായി. അല്ലെങ്കിൽ ഇല്ല എന്ന് പറയാനോ നഹി ജി, ജി നഹി എന്ന് പറഞ്ഞ് ഇല്ല എന്നർത്ഥത്തിനാണ്. നഹി ജി, ജി നഹി എന്ന് പറഞ്ഞാൽ ഇല്ല എന്നർത്ഥത്തിനാണ്. ബഹുമാനത്തോടു കൂടെ ഒരാളെ വിളിക്കുന്നതിനാണ് ജി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ ആളുകളെയും ജി എന്ന് ചേർത്ത് ഹിന്ദിയിൽ വിളിക്കാറുള്ളത്. ഓക്കെ, ധന്യവാദം.